നമസ്കാർ സാത്തിയോ. ചിൽഡ്രൻസ് എഡ്യൂക്കേഷൻ ഫണ്ട് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളത് ഏതൊരു പേരൻസിൻ്റെയും ലൈഫിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഫൈനാൻഷ്യൽ റെസ്പോൺസിബിലിറ്റി ആണ്. എഡ്യൂക്കേഷണൽ എക്സ്പെൻഡിച്ചറിനെ കുറിച്ച് പറയുമ്പോൾ പ്രസൻറ്റ് എക്സ്പെൻഡിച്ചർ വരുന്നുണ്ട്, ഫ്യൂച്ചർ എക്സ്പെൻഡിച്ചറും വരുന്നുണ്ട്. പ്രസൻറ്റ് എക്സ്പെൻഡിച്ചർ പേരൻസിൻ്റെ പ്രസൻറ്റ് ഇൻകത്തിൽ നിന്ന് മാനേജ് ചെയ്യുമ്പോൾ ഫ്യൂച്ചർ എക്സ്പെൻഡിച്ചർ പ്രോപ്പർ പ്ലാനിങ്സിലൂടെ സ്യൂട്ടബിൾ ആയിട്ടുള്ള പ്ലാൻ പർച്ചേസ് ചെയ്ത് മാനേജ് ചെയ്യേണ്ട അല്ലെങ്കിൽ ക്രിയേറ്റ് ചെയ്യേണ്ട ഒരു പ്രോസസ്സാണ്. ഇത്തരത്തിൽ പ്ലാൻ ചെയ്യുമ്പോൾ ഏതൊക്കെ പ്ലാനുകൾ ഉൾക്കൊള്ളിക്കണം എന്നുള്ളതിന് വളരെയേറെ ഇമ്പോർട്ടൻസ് ഉണ്ട്. സാധാരണയായി ഇത്തരത്തിൽ പ്ലാൻ ചെയ്യുമ്പോൾ ടേം പ്ലാനുകൾ ഉൾക്കൊള്ളിക്കാറുണ്ട്, മ്യൂച്വൽ ഫണ്ടുകൾ ഉൾക്കൊള്ളിക്കാറുണ്ട്, എൻഡോമെൻ്റ് പ്ലാനുകൾ ഉൾക്കൊള്ളിക്കാറുണ്ട്, അതുപോലെ തന്നെ ഗ്യാരണ്ടീഡ് ഇൻകം നൽകുന്ന പ്ലാനുകളും ഉൾക്കൊള്ളിക്കാറുണ്ട്. നമസ്കാർ, ഞാൻ ബാബു PM, LIC ഓഫ് ഇന്ത്യയുടെ ഏജൻ്റായിട്ട് കോട്ടയം ബ്രാഞ്ച് 1 വർക്ക് ചെയ്യുന്നു. ഞാനിന്നിവിടെ ഈ പ്രസൻറ്റേഷനിൽ പറയാൻ ആഗ്രഹിക്കുന്നത് LIC ഓഫ് ഇന്ത്യയുടെ ജീവൻ ഉത്സവ് എന്ന പ്ലാൻ ഇത്തരത്തിലുള്ള എഡ്യൂക്കേഷൻ പ്ലാനിൽ ഉൾക്കൊള്ളിക്കുമ്പോൾ എത്തരത്തിൽ അവ നമ്മെ സാമ്പത്തികമായിട്ട് സഹായിക്കും എന്ന് കാണിക്കുന്നതിന് വേണ്ടി ആണ്. ഉദാഹരണത്തിൽ ഞാൻ 30 വയസ്സുള്ള ശ്യാം എന്ന വ്യക്തി, അദ്ദേഹത്തിന് 2 മാസം പ്രായമുള്ള ലക്ഷ്മി എന്ന കുട്ടിയുണ്ട്. ലക്ഷ്മി എന്ന കുട്ടിയെ അദ്ദേഹത്തിൻ്റെ ആഗ്രഹമാണ് ലക്ഷ്മിയെ ഡോക്ടർ ആക്കണമെന്ന ആഗ്രഹമാണ്. ആ ഒരു പർപ്പസോടുകൂടി അദ്ദേഹം എടുത്തിരിക്കുന്ന പ്ലാനുകളാണ് 2 കോടിയുടെ ടേം പ്ലാന്, അതോടൊപ്പം തന്നെ 20,000 രൂപ പെർ മന്ത് വരുന്ന SIP എടുത്തിട്ടുണ്ട്. അതിനോടൊപ്പം തന്നെ ജീവൻ ഉത്സവ് എന്ന പ്ലാൻ എടുത്തിരിക്കുന്നു. ഇത് ഒരു ഗ്യാരണ്ടീഡ് ഇൻകം നൽകുന്ന പ്ലാനാണ്. നമുക്കിനി ഡീറ്റെയിൽസിലോട്ട് കിടക്കാം. ശ്യാം എന്ന വ്യക്തി, അദ്ദേഹം ഈ ടേം പ്ലാനും SIPയും കൂടാതെ എടുത്തിരിക്കുന്നതാണ് ജീവൻ ഉത്സവം എന്ന പ്ലാനാണ്. അദ്ദേഹത്തിൻ്റെ കൊച്ചിൻ്റെ പേരിലാണ് ഈ ഒരു പ്ലാൻ എടുത്തിരിക്കുന്നത്. 50 ലക്ഷത്തിൻ്റെ പ്ലാൻ ആണ് എടുത്തിരിക്കുന്നത്. 2 വർഷത്തെ വെയിറ്റിംഗ് പീരീഡ് ഉണ്ട്. പ്രീമിയം പേയ്മെൻറ്റിന് ശേഷം 2 വർഷം കഴിഞ്ഞതിന് ശേഷം 18ാമത്തെ വർഷം തൊട്ട് ഏതാണ്ട് ഇദ്ദേഹത്തിന് എല്ലാ വർഷം തോറും 5 ലക്ഷം രൂപ കിട്ടുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്, ഹയർ എഡ്യൂക്കേഷൻ സാധാരണയായി തുടങ്ങുന്നത് 18ാമത്തെ വർഷം തൊട്ടാണ്. 18ാമത്തെ വർഷം തൊട്ട് ഇത്തരത്തിലൊരു ഹയർ എഡ്യൂക്കേഷൻ തുടങ്ങുമ്പോൾ എല്ലാ വർഷം തോറും ഒരു എക്സ്പെൻഡിച്ചർ നമുക്ക് പ്രതീക്ഷിക്കാം. ആ ഒരു എക്സ്പെൻഡിച്ചറിനെ മീറ്റ് ചെയ്യുന്നതിനായിട്ട് ഈ ഒരു 5 ലക്ഷം രൂപ ഇവിടെ നമുക്ക് പ്രയോജനപ്പെടുന്നതായിരിക്കും. അതോടൊപ്പം തന്നെ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്, ഹയർ എഡ്യൂക്കേഷൻ തുടങ്ങുമ്പോൾ ഒരു ലംസം എമൗണ്ടിൻ്റെ ആവശ്യകത അവിടെ വരുന്നുണ്ട്. അത്തരം ഒരു പർപ്പസിനെ മീറ്റ് ചെയ്യുന്നതിന് വേണ്ടിയാണ് അദ്ദേഹം 20,000 രൂപ വെച്ചുള്ള മ്യൂച്വൽ ഫണ്ട് SIP അവിടെ തുടങ്ങിയിരിക്കുന്നത്. ഏതാണ്ട് 17-18ാമത്തെ അദ്ദേഹം തുടങ്ങിയപ്പോൾ അദ്ദേഹത്തിൻ്റെ പ്രതീക്ഷയായിരുന്നു ഒരു 14% ഇതിനകത്ത് പ്രോഫിറ്റ് കിട്ടും എന്ന പ്രതീക്ഷയോടെയാണ് അദ്ദേഹം തുടങ്ങിയിരിക്കുന്നത്. ഇനി അത്തരത്തിൽ ഒരു 14% കിട്ടുന്നു എന്ന് വിചാരിക്കുക. അങ്ങനെ കിട്ടുന്നെങ്കിൽ 17ാമത്തെ അല്ലെങ്കിൽ 18ാമത്തെ വർഷം ഇതിൻ്റെ ഒരു ഫണ്ട് വാല്യൂ എന്ന് പറയുന്നത് 1,77 ലക്ഷം രൂപയോളം വരുന്നതായിരിക്കും. ഇങ്ങനെ ഒരു ലംസം എമൗണ്ടിൻ്റെ ആവശ്യകത അവിടെ വരുന്നുണ്ടെങ്കിൽ ഈ ഒരു പ്ലാൻ ക്ലോസ് ചെയ്ത് ആ പർപ്പസ് അവിടെ മീറ്റ് ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും. ഇനി അത് ക്ലോസ് ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല, അല്ലാതെ ഏതെങ്കിലും രീതിയിൽ അദ്ദേഹത്തിൻ്റെ ഫണ്ട് ഉണ്ടെങ്കിൽ ഈ ഒരു SIP 25 വർഷമാണ് അതിൻ്റെ മാക്സിമം ടൈം. 25ാമത്തെ വർഷം വരെ കണ്ടിന്യൂ ആയിട്ട് ചെയ്തുകൊണ്ട് പോകാൻ സാധിക്കുന്നതായിരിക്കും. 25ാമത്തെ വർഷം ഇനി അദ്ദേഹത്തിൻ്റെ ആഗ്രഹം പോലെ 14% റിട്ടേൺ കാണിക്കുന്നുവെങ്കിൽ 25ാമത്തെ വർഷം ഇതിൻ്റെ ഫണ്ട് വാല്യൂ, നെറ്റ് അസറ്റ് വാല്യൂ 4 കോടിയോളമായിരിക്കും. ആ സമയത്ത് അത് ക്ലോസ് ചെയ്ത് എഡ്യൂക്കേഷൻ പർപ്പസിനായിട്ട് ഉപയോഗിക്കാൻ സാധിക്കുന്നതായിരിക്കും. മറ്റെന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ, പൈസ മിച്ചമുണ്ടെങ്കിൽ അതിനുമായിട്ട് യൂസ് ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും. അപ്പോൾ നമ്മൾ ഓൾറെഡി കണ്ടിരിക്കുന്നു. ഇനി എന്തെങ്കിലും കാരണവശാൽ ഈ ഒരു മാർക്കറ്റ് ഒരു 17-18ാമത്തെ വർഷം ഒരു ലോസിലാണ് കാണിക്കുന്നത് എന്നതെങ്കിൽ സാധാരണയായിട്ട് അത്തരത്തിലുള്ള ഒരു പ്ലാനുകൾ ക്ലോസ് ചെയ്യുമ്പോൾ നമുക്ക് നഷ്ടമേ വരാറുള്ളൂ. അപ്പോൾ അത് ക്ലോസ് ചെയ്യേണ്ട ആവശ്യമില്ല. ഇവിടെ LIC എന്ന ജീവൻ ഉത്സവ് എന്ന പ്ലാനിൽ നിന്നും 17ാമത്തെ വർഷം നമുക്ക് ഏതാണ്ട് 47 ലക്ഷം രൂപകൾ നമുക്ക് ലോൺ കിട്ടുന്നതായിരിക്കും. ഈ ഒരു ലോൺ അവെയിൽ ചെയ്ത് നമുക്ക് ഇങ്ങനൊരു ലംസം എമൗണ്ടിൻ്റെ ആവശ്യമുണ്ടെങ്കിൽ അത് അവെയിൽ ചെയ്ത് ആ ഒരു കാര്യം നമുക്ക് മാനേജ് ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും. നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്, എഡ്യൂക്കേഷണൽ പർപ്പസിന് വേണ്ടി അല്ലെങ്കിൽ ഒരു എഡ്യൂക്കേഷൻ ലോണിന് വേണ്ടി ബാങ്കിൽ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പം ലോൺ കിട്ടാതെ ഹയർ എഡ്യൂക്കേഷൻ മുടങ്ങിപ്പോകാറുണ്ട്. ഇവിടെ അത്തരത്തിലുള്ള ഓരോ പ്രശ്നങ്ങളും ഉണ്ടാകുന്നില്ല. നമ്മൾ പോളിസി ബോണ്ട് കൊണ്ട് കൊടുത്ത് ലോൺ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഇമീഡിയറ്റ് ആയിട്ട് 2-3 ദിവസം നമുക്ക് ലോൺ കിട്ടുന്നതായിരിക്കും. അതുകൊണ്ട് എഡ്യൂക്കേഷൻ പർപ്പസിനായിട്ട് പ്ലാനുകൾ ചൂസ് ചെയ്യുമ്പോൾ ഇത്തരത്തിലുള്ള പ്ലാനുകൾ നമ്മുടെ പ്ലാനുകളിൽ ഉൾക്കൊള്ളിക്കേണ്ടത് വളരെ അത്യാവശ്യമായിട്ടുള്ള ഒരു കാര്യമാണ്.
നിങ്ങൾക്ക് അതിനുള്ള അറിവില്ലെങ്കിൽ നിങ്ങളുടെ ഇൻഷുറൻസ് അഡ്വൈസറെയോ ആയിട്ട് ബന്ധപ്പെടുക, അല്ലെങ്കിൽ ഫൈനാൻഷ്യൽ അഡ്വൈസറോ ആയിട്ട് ബന്ധപ്പെടുക. അവർ നിങ്ങളെ സഹായിക്കുന്നതായിരിക്കും. ഇനി ഇൻ കേസ് ദുർഭാഗ്യവശാൽ പ്രീമിയം അടച്ചുകൊണ്ടിരുന്ന സമയത്ത് ശ്യാമിന് എന്തെങ്കിലും കാരണവശാൽ ഡെത്തോ അങ്ങനെയൊക്കെ സംഭവിച്ചു കഴിഞ്ഞാൽ, അങ്ങനെയൊക്കെ സംഭവിക്കാതിരിക്കണം, അങ്ങനെ സംഭവിച്ചെന്നാലും 2 കോടിയുടെ പ്രീമിയം, 2 കോടിയുടെ ടേം പ്ലാൻ അവിടെയുണ്ട്. ആ 2 കോടി നോമിനി കിട്ടുന്നതായിരിക്കും. അത് ഫിക്സായിട്ട് ഡെപ്പോസിറ്റ് ചെയ്ത് ഫർദർ എഡ്യൂക്കേഷൻ കണ്ടിന്യൂ ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും. അതുപോലെ തന്നെ അങ്ങനെ സംഭവിച്ചെന്നാൽ ജീവൻ ഉത്സവ് എന്ന പ്ലാൻ അവിടെ സ്റ്റോപ്പ് ആകുന്നില്ല, ക്ലോസ് ആകുന്നില്ല. എന്തുകൊണ്ടെന്നാൽ പ്രീമിയം കൊച്ചിൻ്റെ പേരിലാണ് ഈ പോളിസി എടുത്തിരിക്കുന്നത്, ജീവൻ ഉത്സവം എടുത്തപ്പോൾ പ്രീമിയം വേവർ റൈഡർ ഓപ്റ്റ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ പ്രീമിയം വേവർ എന്തൊരു എക്സ്ട്രാ പൈസ കൊടുത്ത് ഓപ്റ്റ് ചെയ്യേണ്ട ഒന്നാണ്. അങ്ങനെ ഓപ്റ്റ് ചെയ്തതുകൊണ്ട് ഇൻ കേസ് ഡെത്തും കാര്യങ്ങളൊക്കെ സംഭവിച്ചെന്നാൽ പ്രീമിയം മുന്നോട്ട് അടയ്ക്കേണ്ട ആവശ്യം വരുന്നില്ല, പ്രീമിയം സർക്കാർ എടുത്തോളും. അപ്പം ഈ ഒരു അവസരത്തിൽ അങ്ങനെയും ഒരു ഫെസിലിറ്റി അവിടെയുണ്ട്. അതുകൊണ്ട് നമ്മൾ ജീവിച്ചിരുന്നാലും ഇല്ലെങ്കിലും നമ്മുടെ പർപ്പസ് എന്തായിരുന്നു അത് തീർച്ചയായിട്ടും അവിടെ നടന്നിരിക്കും. ഇത്തരത്തിലുള്ള പ്ലാനുകളെക്കുറിച്ച് നിങ്ങൾ ഇനിയും അറിയുവാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ നിങ്ങൾക്ക് എന്നെ കോൺടാക്റ്റ് ചെയ്യാം. 8943444874 എന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും. ഈ ഒരു വീഡിയോ കണ്ടുകൊണ്ടിരുന്ന നിങ്ങൾക്ക് എല്ലാവർക്കും ഞാൻ എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദി രേഖപ്പെടുത്തുന്നു. എല്ലാവിധ ആശംസകളും നേരുന്നു. നന്ദി, നമസ്കാരം, ഓൾ ദി ബെസ്റ്റ്.